ഒരിക്കൽ കടലിൽ ഒരു തിരമാല ഉയർന്നു വരികയായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തിരമാല ജനിക്കുകയായിരുന്നു. ഉയർന്നു വന്നുകൊണ്ടിരിക്കെ തിരമാലയ്ക്കുള്ളിൽ ഒരു തോന്നലുണ്ടായി. ഞാനും ഈ കടലും ഒന്നല്ല. ഞാൻ വേറെ, കടൽ വേറെ. ഞാനൊരു തിരമാല മാത്രമാണ്. ഈ തോന്നലുണ്ടായ നിമിഷം തന്നെ മറ്റൊരു കാര്യം കൂടി തിരമാലയ്ക്കുള്ളിൽ സൃഷ്ടിക്കപ്പെട്ടു. മരണത്തിൻ്റെ ചിന്ത, മരണത്തിൻ്റെ ഭയം. കാരണം ജനിച്ചുവെങ്കിൽ മരിക്കേണ്ടി വരില്ലേ? ജനനമുണ്ടെങ്കിൽ മരണവും ഉണ്ടാകില്ലേ? തിരമാല ചുറ്റിനും നോക്കാൻ തുടങ്ങി. അപ്പോൾ അതാ എത്രയോ തിരമാലകൾ മരിക്കുന്നു. ഇത്രയും നേരം മരണം എന്നത് വെറും തോന്നലായിരുന്നു, അതുണ്ടോ എന്ന് ഉറപ്പിലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇതാ അവൻ്റെ കണ്ണുകൊണ്ട് മറ്റു തിരമാലകൾ മരിക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ മരണം ഒരു സത്യമാണ്. ഈ തിരമാല ജനിക്കുന്നതേ ഉള്ളൂ, ഉയർന്നു വരുന്നതേ ഉള്ളൂ. പക്ഷേ മരണമെന്നത് ഇവനെയും കാത്തിരിക്കുന്നു. തൻ്റെ ഉയർച്ചയിൽ തന്നെ, തൻ്റെ ജനനത്തിൽ തന്നെ മരണം ഒളിച്ചിരിപ്പുണ്ടെന്ന് തിരമാലയ്ക്ക് മനസ്സിലായി. പിന്നെ ഉള്ളിൽ ഭയം മാത്രമായി. ഇവിടെ തിരമാലയ്ക്ക് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നു. വളരെ വളരെ വലിയൊരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. താനും കടലും വേറെ വേറെയാണെന്ന ചിന്തയുണ്ടായിക്കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഭയം വളരെ സ്വാഭാവികമാണ്. സത്യം എന്താണ്? സത്യം ഇതാണ്: ആ തിരമാല സാക്ഷാൽ കടൽ തന്നെയാണ്. കടൽ കുറച്ചു നേരത്തേക്ക് തിരമാലയുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. തിരമാലയ്ക്ക് മുൻപും തിരമാലയ്ക്ക് ഒപ്പവും തിരമാലയ്ക്ക് ശേഷവും കടൽ അവിടെ തന്നെ ഉണ്ടാവും. ഇത് തിരിച്ചറിയുന്ന നിമിഷം മരണത്തിൻ്റെ ഭയം തിരമാലയ്ക്കുള്ളിൽ നിന്നും ഇല്ലാണ്ടാവും. കാരണം തിരമാല എന്നത് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നത് കടൽ മാത്രമാണ്. ഇത് തന്നെയാണ് നമ്മുടെയും കഥ. പ്രപഞ്ചമെന്ന മഹാസാഗരത്തിലെ തിരമാലകളാണ് നിങ്ങളും ഞാനും. കുറച്ചു നേരത്തേക്ക് വേണ്ടി വന്ന തിരമാലകൾ. സാക്ഷാൽ പ്രപഞ്ചം തന്നെയാണ് നിങ്ങൾ. പക്ഷേ ഞാൻ ആരെന്ന ചോദ്യത്തിന് നിങ്ങളുടെ ഈ ചെറിയ തിരമാല പോലുള്ള രൂപമാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ മരണത്തിൻ്റെ ഭയം സ്വാഭാവികമാണ്. പക്ഷെ സത്യം എന്താണ്? നിങ്ങൾ ഈ പ്രപഞ്ചം തന്നെയാണ്. ഒരല്പം നേരത്തേക്കുള്ള രൂപം മാത്രമാണിത്. തിരമാല ഒരിക്കലും കടലിന് പുറത്തു പോകില്ല. തിരമാല ഒരിക്കലും കടലല്ലാതായിട്ടിരുന്നിട്ടില്ല. പറ്റിയത് തിരമാല കടലാണെന്ന കാര്യം മറന്നുപോയിരിക്കുന്നു എന്നത് മാത്രമാണ്. ഒന്ന് ഓർത്തെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ ഓർത്തെടുത്താൽ മാത്രം മതി. മരണത്തിൻ്റെ ഭയം അപ്രത്യക്ഷമാവും. അനന്തമായ, അവസാനമില്ലാത്ത, രൂപമില്ലാത്ത പ്രപഞ്ചമാണ് നിങ്ങൾ. നിങ്ങൾക്ക് മരണമില്ല.